മഹാഭാരതം എന്ന മഹത്തായ മഹാ ഇതിഹാസത്തിലെ ധീരനും ദാനശീലനും സൗഹൃദത്തിനായി ജീവൻ പോലും പരിത്യജിച്ചവനും പാണ്ഡവരുടെ ജ്യേഷ്ഠനും കുന്തിയുടെ പ്രഥമ സന്തതിയും സാക്ഷാൽ സൂര്യനാരായണന്റെ സൽപുത്രനും ഭീഷ്മൻ എന്ന അതികായന്റെ സാരഥിയുമായ അധിരഥന്റെയും അദ്ദേഹത്തിൻ്റെ പത്നി രാധയുടെയും കണ്ണിലെ കൃഷ്ണമണി പോൽ പോറ്റി വളർത്തിയ അവരുടെ വളർത്തുപുത്രനും വൃഷാലി എന്ന പാവം കന്യകയുടെ ജീവന്റെ പാതിയുമായ ആ ദിവ്യമായ സൂര്യദേവന്റെ കിരണങ്ങളുടെ അംശമായി പിറവികൊണ്ട കവചകുണ്ടലങ്ങളോട് കൂടി മണ്ണിൽ അവതരിച്ച ധീരയോദ്ധാവ് കർണൻ. കുന്തിഭോജരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ആഗതനായ കോപത്തിൻ്റെ ആൾരൂപമായ ദുർവാസാവ് മഹർഷിയെ വേണ്ട വിധത്തിൽ ഭക്ത്യാദരവോടുകൂടി പരിപാലിച്ചു കുന്തിഭോജൻ്റെ ദത്തുപുത്രിയായ പൃഥ. ആ കന്യകയുടെ പരിപാലനത്തിൽ കർക്കശക്കാരനായ ദുർവാസാവ് അതീവ സന്തോഷവാനാകുകയും അവൾക്ക് ദിവ്യമായ ഒരു മന്ത്രം ഉപഹാരവും വരവുമായി നൽകി. ആ മന്ത്രത്താൽ ഏത് ദേവനെയും ആവാഹിച്ചാൽ സന്താനസിദ്ധി പ്രാപ്തമാകുമായിരുന്നു. എന്നാൽ ബാലികയായിരുന്ന അവളുടെ അറിവുകേടിൻ്റെയും ജിജ്ഞാസയുടെയും ഫലമായി അവൾ ആ മന്ത്രത്താൽ സൂര്യദേവനെ ആവാഹിച്ചു. അവൾക്കൊരു പുത്രനെ പ്രാപ്തമായി. അവിവാഹിതയായ പുത്രിക്ക് സന്താനലബ്ധി ഉണ്ടായെന്ന് പുറം ലോകമറിഞ്ഞാൽ തൻ്റെ പിതാവിന് കളങ്കമുണ്ടാകുമെന്ന് അവൾ ഭയന്നു. അത് പ്രകാരം കുഞ്ഞിനെ ഒരു തോഴിയുടെ സഹായത്തോടെ ഗംഗയിൽ ഒഴുക്കിവിട്ടു. ഒരു കുട്ടയിൽ കിടത്തിയാണ് ഒഴുക്കിവിട്ടത്. കുത്തി ഒഴുകി വരുന്ന നദിയിൽ ഒരു കുട്ടയിൽ ദിവ്യമായ കവചകുണ്ടലങ്ങളോടുകൂടി ഒഴുകി വന്ന കുഞ്ഞ് കർണനായിരുന്നു. ഹസ്തിനാപുരത്തിൻ്റെ സാരഥിയായി സേവനമനുഷ്ഠിച്ചിരുന്ന അധിരഥൻ്റെ കരങ്ങളിൽ ആ കുഞ്ഞ് എത്തി. അദ്ദേഹം തനിക്കും പത്നിയായ രാധയ്ക്ക് ലഭിച്ച വരദാനമായി കണ്ട് എടുത്തു വളർത്തി സന്താനഭാഗ്യമില്ലായിരുന്ന അദ്ദേഹം സുവർണകുണ്ഡലങ്ങളോട് കൂടിയ സ്വർണപ്രഭ ചൊരിയുന്ന കുഞ്ഞിന് അവർ വസുഷേണൻ എന്ന് നാമകരണം ചെയ്തു. സൂതനായതിനാൽ തന്നെ അസ്ത്രവിദ്യയിൽ കേമനായിരുന്നുവെങ്കിലും ദ്രോണരുടെ അടുത്തു നിന്നും വിദ്യ നിഷേധിച്ച കർണൻ ബ്രാഹ്മണൻ എന്നുള്ള മിഥ്യ ചൊല്ലി പരശുരാമ ശിഷ്യനായി വിദ്യ അഭ്യസിച്ചു. പിന്നീട് ദുര്യോധനൻ്റെ മിത്രമായി മാറുകയും ദുര്യോധനൻ്റെ ചെയ്തികൾ തികച്ചും തെറ്റാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും രാധേയൻ ദുര്യോധനൻ്റെ തികച്ചും വിധേയനായിരുന്നു. ദുര്യോധനനോടും ശകുനിയോടും ചേർന്ന് പല അധർമ്മങ്ങളും ചെയ്തു. അങ്ങനെ കഴിയും കാലം പ്രപഞ്ചത്തിൽ തന്നെ മഹാവിഷ്ണു ഭഗവാനും ദുര്യോധനനും മാത്രം നടത്തിയ ഒരു യാഗമാകുന്നു വൈഷ്ണവയാഗം. അതിനാൽ ദുര്യോധനന് വേണ്ടി ദിഗ്വിജയം നടത്തിയത്, അതായത് ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും തോൽപ്പിച്ച് ധനം സമ്പാദിച്ചുകൊണ്ട് സർവർക്കും മേൽ വിജയം കൈവരിക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള ഒരു രാജാവിന് മാത്രമേ ഇത്തരമൊരു യജ്ഞം നടത്താനാകുകയുള്ളൂ. അതിനാൽ തന്നെ ദുര്യോധനന് വേണ്ടി ഈ പ്രവൃത്തി നിർവഹിച്ചത് മഹാരഥിയായ സൂര്യപുത്രനാകുന്നു. അങ്ങനെ പാഞ്ചാലം ആക്രമിച്ച് ദ്രുപദനെ കീഴ്പ്പെടുത്തി. ശേഷം ഭഗദത്തനെയും പിന്നീട് ഹിമാലയത്തിൽ കുടികൊള്ളുന്ന സകല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി. അതിനും ശേഷം കിഴക്കോട്ട് ചെന്നു. അവിടെ വങ്കം, കലിംഗ, ശുണ്ഠികം, മിഥില, മാഗ്നം, കർഖണ്ഡം, അവശീരം, അയോധ്യ, അഹിക്ഷേത്രം എന്നീ രാജ്യങ്ങളും ആക്രമിച്ചു കപ്പം നേടി. തുടർന്ന് കോസലവും ത്രിപുരയും വത്സഭൂമിയും മൂർത്തികാവതിയും ആക്രമിച്ചു. അവിടെ നിന്നും കപ്പം നേടി. ഘോരമായ യുദ്ധത്തിൽ വിദർഭ രാജകുമാരൻ
രുക്മിയെ പരാജയപ്പെടുത്തി. അവിടെ നിന്നും കപ്പം വാങ്ങി. കർണൻ്റെ പരാക്രമത്തിൽ ആശ്ചര്യം പൂണ്ട രുക്മി അദ്ദേഹത്തിൻ്റെ മിത്രമായി തീർന്നു. എന്തിനേറെ പറയുന്നു, യവനന്മാരെയും ബർബരന്മാരെയും അങ്ങനെ തുടങ്ങുന്ന പാശ്ചാത്യരെയെല്ലാം തന്നെ കർണൻ കീഴടക്കിയിരുന്നു. അവരിൽ നിന്ന് കപ്പവും വാങ്ങിയിരുന്നു. കൂടാതെ അതിഭീകരന്മാരായ ഗണങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മേൽ കപ്പം ചുമത്തി സൂര്യപുത്രൻ ആളിപ്പടർന്നുകൊണ്ട് വൻതോതിൽ സമ്പത്തോടുകൂടി ഹസ്തിനാപുരിയിലേക്ക് എത്തിച്ചേർന്നു സാക്ഷാൽ കർണൻ. ഇവയെല്ലാം 5-ാം വേദമായ മഹാഭാരതത്തിൻ്റെ വനപർവത്തിൻ്റെ അധ്യായമായ 253, 254 എന്നിവയിലും ഘോഷയാത്ര പർവം എന്നിവയിൽ വ്യാസമഹർഷി വ്യക്തമാക്കുന്നു. കർണൻ്റെ ഈ ദിഗ്വിജയത്തിൽ ഗംഗാപുത്രനായ ഭീഷ്മർ പോലും ആശ്ചര്യചിത്തനായിരുന്നു.